ഒരു ഉദാഹരണം പറയാം, തൃശ്ശൂർ ഈ പറഞ്ഞ മാതിരി 50,000 വോട്ടുകൾ കൂടുതലായി ചേർത്തു എന്ന ആക്ഷേപം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഉയർത്തുന്നതാണ്. തൃശൂരിലെ 50,000 കള്ളവോട്ട് രാഷ്ട്രീയവും ഭരണപരവുമായ മൗനാനുവാദവും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വലിയ തോതിൽ കള്ളവോട്ട് ചേർത്തെന്ന ആരോപണം ഉയർന്നിരുന്നു. അന്ന് 50,000-ലധികം പേരുടെ പേര് വോട്ടർ പട്ടികയിൽ നിയമവിരുദ്ധമായി ചേർത്തുവെന്ന് UDF-ഉം LDF-ഉം ആരോപിക്കുകയും തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ട് തടയാൻ സാധിച്ചില്ല എന്ന് ഇന്ന് BJP നേതാക്കൾ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ് ഒരു BJP നേതാവ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല ഘട്ടങ്ങളിലും യഥാർത്ഥ പരിശോധന നടത്തേണ്ടത് തെരഞ്ഞെടുപ്പ് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകിയെങ്കിലും അവ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. പരിശോധന നടക്കും എന്ന പൊതുവായ മറുപടി മാത്രമാണ് ലഭിച്ചത്. പരാതി സ്വീകരിക്കാത്ത ഭരണാധികാരികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഉത്തരവാദികളായിരുന്ന ചില ഉദ്യോഗസ്ഥർ പരാതികൾ സ്വീകരിക്കാതെ വോട്ടർ പട്ടിക അന്തിമമായി പ്രസിദ്ധീകരിച്ച ശേഷം മാറ്റം സാധ്യമല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇന്ന് ആ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ കേന്ദ്ര സർവീസുകളിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം കേരള ജനത വിസ്മരിക്കരുത്. ഇത് ഭരണനിഷ്പക്ഷതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ വോട്ടർ പട്ടികയിൽ ഇത്തരം വൻതോതിലുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ശബ്ദം എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു? പരാതി സ്വീകരിക്കാത്ത ഭരണാധികാരികൾക്ക് എന്തുകൊണ്ട് ഭരണപരമായ ഉത്തരവാദിത്തം നിർണ്ണയിക്കപ്പെടുന്നില്ല? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നാലെ സ്വയം അന്വേഷണം നടത്തി നടപടിയെടുക്കാത്തത് ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, ഭരണപരമായ ഉത്തരവാദിത്വവും ജനാധിപത്യ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾക്ക് ശക്തമായ അന്വേഷണം നടക്കാതെ പോകുന്നത് ഭാവിയിൽ കൂടുതൽ അപകടകരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ബാധിക്കും. മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച ചെയ്യുന്നു ഈ വിഷയം. ന്യൂസ് ലോണ്ടറി കൊണ്ടുവന്ന് അതിലേക്ക് വരാം. അവർ നോക്കുമ്പോൾ അവർ വോട്ടർ പട്ടികയിൽ ഒരു ബൂത്തിൽ ഒരു 1 ആണ് വീട്ട് നമ്പർ. 1 എന്നൊക്കെ വീട്ട് നമ്പർ ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം. ആ വീട്ട് നമ്പറിൽ ആളുടെ പേര് കോമ, അച്ഛൻ്റെ പേര് കോമ, ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പേര് കോമ. അതായത് പേരില്ലാത്ത വോട്ടർമാർ, കുത്തും കോമയും മാത്രമുള്ള 10ഓളം വോട്ടർമാർ, 10-ലധികം വോട്ടർമാർ ഒരു 1 എന്ന നമ്പറിലൊരു വീട്ടിലുണ്ട്. ആർക്കും പേരില്ല. അപ്പോൾ SIR-നെ കുറിച്ചുള്ള ആക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കെ, വോട്ട് എക്സ്ക്ലൂഷനെ കുറിച്ചുള്ള ആക്ഷേപം ഉയർന്നുകൊണ്ടിരിക്കെ, വ്യാജ വോട്ടർമാരെ കുറിച്ചുള്ള തെളിവുകൾ പ്രതിപക്ഷ നേതാവ് ഹാജരാക്കിയിരിക്കെ, ഇപ്പോൾ കോടതി പരിഗണനയിലുള്ള ഒരു കേസിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലുള്ള വോട്ടർ പട്ടികയിലുള്ള ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാം, കുത്തും കോമയുമാണ് വോട്ടർമാർ. അതായത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും എവിഡൻ്റ് ആണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന ഭരണഘടനാ സ്ഥാപനം, ആ ഭരണ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത നാൾക്ക് നാൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു. മറ്റൊരു കാര്യം, മുൻപ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ അതിൽ കോടതി കൂടി പങ്കാളിയായിരുന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പങ്കാളിയായിരുന്നു. ഇപ്പോൾ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ഇപ്പോൾ സർക്കാർ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ, അതായത് ഹോം മിനിസ്റ്റർ, അതായത് പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും ചേർന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുകയാണ്. അവരായിരിക്കും തിരഞ്ഞെടുക്കുക? അവർക്ക് താല്പര്യമുള്ള. ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയുടെ അധികാര പരിധിക്ക് പദവിക്ക് ലെവലായിരുന്നു നേരത്തെ, അത് താഴ്ത്തി ഇപ്പോൾ അഡീഷണൽ സെക്രട്ടറി ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ഇതിനു മുമ്പായിരുന്നു എറണാകുളം കളക്ടറായിരുന്നു, നമുക്കറിയാം. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയിട്ട് പിന്നെ എന്തായെന്നറിയോ? അദ്ദേഹം അമിത്ഷായ്ക്ക് കീഴിലുള്ള കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥനായിരുന്നു കുറേയധികം നാൾ അദ്ദേഹം ആഭ്യന്തര വകുപ്പിലെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ അമിത്ഷായുടെ തൊട്ട് താഴെ അദ്ദേഹത്തിൻ്റെ ഉത്തരവുകൾ കേൾക്കുന്ന ഒരാളെ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കുക. പിന്നെ അദ്ദേഹം പിന്നെ എന്താണ് ചെയ്യുക? വാട്ട് ഹീ സപ്പോസ് ടു ഡു? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. അത് ജ്ഞാനേഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രശ്നമല്ല, ആ നിയമത്തിൻ്റെ പ്രശ്നമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള ആ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നൊരു പ്രതിസന്ധിയാണിത്. അതിപ്പോൾ X or Y ആര് വന്നാലും ഒരു എക്സിക്യൂട്ടീവിനാൽ നേർക്ക് നേരെ നിയമിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ പിന്നെ ആർക്ക് അനുകൂലമായിട്ട് പെരുമാറും? ഒരു ഉദാഹരണം പറയാം, തൃശ്ശൂർ ഈ പറഞ്ഞ മാതിരി 50,000 വോട്ടുകൾ കൂടുതലായി ചേർത്തു എന്ന ആക്ഷേപം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഉയർത്തുന്നതാണ്. ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ആളുകൾ കള്ളവോട്ട് ചേർക്കുന്നു എന്ന ആക്ഷേപം ഉയർത്തിയിരുന്നു. അന്നത്തെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കളക്ടറാണല്ലോ മുഖ്യ ഭരണാധികാരി. അദ്ദേഹത്തിന് പരാതി കൊടുക്കുന്നു. അദ്ദേഹം ആ പരാതി പരിഗണിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇലക്ടറൽ റോളിലുള്ള എല്ലാവരും വോട്ട് ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളാണ് വരുന്നത്. ഇനി ഈ പരാതി അവഗണിച്ച ജില്ലാ കളക്ടർ ഇപ്പോൾ എവിടെയായിരിക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം
കേന്ദ്ര പഞ്ചായത്തി രാജ് മിനിസ്ട്രിയിൽ ഡയറക്ടറാണ്. അദ്ദേഹം ഉടൻ തന്നെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയി. കൃഷ്ണ തേജ എന്നോ മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഉദ്യോഗസ്ഥർ, അതായത് എക്സിക്യൂട്ടീവിന് വിധേയരാകുന്ന ഉദ്യോഗസ്ഥർ റഫറിമാരാകുമ്പോൾ സംഭവിക്കുന്ന കാര്യം. അപ്പോൾ അതായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തിൽ സമൂലമായ അഴിച്ചുപണിയിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. അതിപ്പോൾ ബീഹാറിലെ ഇപ്പോഴത്തെ ഈ മാസ് എക്സ്ക്ലൂഷൻ മാത്രമല്ല പ്രശ്നം. അത് ബീഹാർ തെരഞ്ഞെടുപ്പിലെ മാത്രം പ്രശ്നമാണെങ്കിൽ രാജ്യത്ത് മുഴുവൻ ജനഹിതം അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ റൈറ്റ് നൗ നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ സമൂലമായ അഴിച്ചുപണി വേണം. അതിലൊന്ന് ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് മർമ്മപ്രധാനമായ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിഷ്പക്ഷത ഉറപ്പുവരുത്തും വിധം അവരുടെ നിയമന സംവിധാനത്തിലുള്ള ആ നിയമം മാറ്റുക എന്നുള്ളതാണ്. മുമ്പുണ്ടായിരുന്ന നിയമം കുറെ കൂടി ആളുകൾക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നു, പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും സ്വീകാര്യമാവുന്ന, എല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്വീകാര്യമാവുന്ന ഒരു രീതിയായിരുന്നു. അത് മാറ്റിയേ മതിയാകൂ. രണ്ടാമത്തെ കാര്യം EVM ആണ്. EVM-നെ കുറിച്ച് ഇത്രയധികം ആക്ഷേപങ്ങൾ ഉയർന്ന വേറൊരു രാജ്യമില്ല. EVM ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ തന്നെ EVM-നെ കുറിച്ച് ഇത്രയധികം ആക്ഷേപങ്ങൾ ഉയർന്ന കാലമില്ല, വേറൊരു രാജ്യവുമില്ല. എങ്കിൽ EVM പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു. ബാലറ്റിലേക്ക് മടങ്ങിപ്പോകണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ, മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം. അപ്പോൾ അത് പുനഃപരിശോധിക്കണം. മറ്റൊന്ന്, ഈ ജനാധിപത്യ പ്രക്രിയയിൽ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർമാർക്കുള്ള ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വിശ്വാസം വീണ്ടെടുക്കുന്ന വിധം ഭരണകൂടം പ്രവർത്തിക്കണം. അതിന് സുപ്രീം കോടതിക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ആദ്യ സൂചനയായിട്ട് ബീഹാറിലെ SIR പ്രോസസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും.